പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് പുതിയ ഇൻവെസ്റ്റിഗേഷനുമായി മുന്നിലേക്ക് പോവുകയാണ് പോലീസ്. മൃതദേഹം മറ്റാരുടേതും ആയിരുന്നില്ല, കിഷോറിൻ്റെതായിരുന്നു. ഇതോടെ കിഷോറിനെ കൊന്നത് ആരാണ് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഇതേ തുടർന്ന് ഗോവിന്ദിന്റെയും ഗീതുവിന്റെയും നേർക്ക് വരികയാണ്. അവരാണ് ശത്രുക്കളായി ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിക്കുന്നു. പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ഗീതുവും ഗോവിന്ദും കിഷോർ ശത്രു തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ കൊല്ലുന്നതിനായി ഒന്നും തന്നെ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഇതേ സമയം എങ്ങനെയാണ് കിഷോറിന്റെ മൃതദേഹം അവിടെ വന്നത് എന്നുള്ള ചോദ്യം രാധികയെയും അതുപോലെ തന്നെ വരുണിനെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കിഷോറിന്റെ മരണത്തിന് പിന്നിൽ ഒരുപക്ഷെ അവർണികയുടെ കൈകൾ തന്നെയാകുമോ അതോ അനാർക്കലിയാകുമോ എന്നുള്ള ചോദ്യം രാധികയെ കുഴപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഇതിനുത്തരം എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി രാധിക ഇതേ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് അനാർക്കലിയെ. അനാർക്കലിയോട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നും നിങ്ങൾ അവനെ കൊന്നു എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാനല്ല അവന്റെ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള കാര്യം അനാർക്കലി പറയുകയാണ്. അവനോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, പക്ഷേ അവനത് അനുസരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഞാൻ ഒരിക്കലും അവനെ കൊന്നിട്ടില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പിന്നെ ആരായിരിക്കും ഈ കൊലപാതകത്തിന് പിന്നിലെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. സംശയത്തിന്റെ നിഴലിലേക്ക് അജാസും അതുപോലെ തന്നെ അവർണികയും കടന്നു വരുന്നു. ഗീതു ഇതേ സമയം അവർണികയെ ചെന്ന് കാണുകയും അവർണികയോട് അന്ന് അവർണിക തോക്കെടുത്ത് കൊല്ലുന്നതിനായി ശ്രമിച്ചതല്ലേ എന്ന് ചോദിക്കുകയും എന്തെങ്കിലും കൈപ്പിഴ വന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ താൻ അവനെ കൊന്നിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അവർണിക എങ്ങനെയാണ് അവൻ മരിച്ചത് എന്നുള്ള കാര്യം പോലും തനിക്ക് അറിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ആകെ നടുങ്ങിപ്പോയിരിക്കുകയാണ് ഗീതു. ഇതിന് പിന്നിൽ എന്തോ ചതിയുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ആരായിരിക്കും ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ഗീതുവും അതുപോലെ തന്നെ ഗോവിന്ദും അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേ തുടർന്നാണ് അവരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ കൊലപാതകി മുന്നിലേക്ക് വരുന്നത്. ആ കൊലപാതകി മറ്റാരുമല്ല, അനാർക്കലി തന്നെ ആയിരുന്നു. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന അവർ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ഇതേ സമയം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം രാധികയുടെ മുന്നിൽ ബാക്കിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.